മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രകാശന പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കി രാജ്ഭവൻ. വേദിയിൽ നിലവിളക്ക് മാത്രം. രാജ്ഭവന്റെ ത്രൈമാസിക മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ എംപിക്ക് നൽകി പ്രകാശനം ചെയ്യും. ആ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇത്. രാജ്ഭവനിലെ വേദിയാണ്. മുഖ്യമന്ത്രി, ഗവർണർ, ഒപ്പം തിരുവനന്തപുരം എംപി ഡോക്ടർ ശശി തരൂർ കൂടി ആ വേദിയിലെത്തുന്നുണ്ട്. രാജ്ഭവൻ പുറത്തിറക്കുന്ന ത്രൈമാസിക, അതിന്റെ പ്രകാശന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ആ പരിപാടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾക്കൊക്കെ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുമെന്നുള്ള തരത്തിലാണല്ലോ അന്ന് ആ വിവാദ പരിപാടിക്ക് ശേഷമൊക്കെ പ്രതികരണം വന്നത്. അപ്പോൾ ഈ ചിത്രം ഈ പരിപാടിയിൽ ഒഴിവാക്കുന്നു, ഇതൊരു അനുനയ നീക്കമൊക്കെയാണോ ശ്രീജിത്ത്? അങ്ങനെ കരുതാമോ? ഉന്മേഷ്, രാജ്ഭവനിന്റെ ത്രൈമാസിക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ തന്നെ ഈ ഭാരതാംബ ചിത്രം കാര്യത്തിൽ രാജ്ഭവനും മുഖ്യമന്ത്രി ഓഫീസും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. അത്തരമൊരു ധാരണ പ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത്. നേരത്തെ രാജ്ഭവൻ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കുമെന്നായിരുന്നു ഗവർണർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ചടങ്ങിനെത്തിയത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രമില്ല, ഇവിടെ നിലവിളക്ക് മാത്രമേ ഉള്ളൂ. നിലവിളക്ക് കൊളുത്തിയായിരിക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. അതിനുശേഷം രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ പ്രകാശനവും നടക്കും. എന്തായാലും ഭാരതാംബ ചിത്രം ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ധാരണ പ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രി ചടങ്ങിലേക്ക് എത്തിയത്. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ വേണ്ടത്ര പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങളും ഉണ്ട്. അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, വെറും സാന്നിധ്യം മാത്രമായിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതുകൊണ്ടാണ് രാജ്ഭവനിലെ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്താത്തതെന്നാണ് നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇത്. രാജ്ഭവൻ പുറത്തിറക്കുന്ന ത്രൈമാസിക രാജഹംസ്, അതിന്റെ പ്രകാശന ചടങ്ങാണ് നടക്കാനിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം നടക്കുന്നു. വേദിയിൽ ഭാരതാംബ ചിത്രമില്ല, നിലവിളക്ക് മാത്രം. മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തുകയാണ്. ഗവർണർ ഉണ്ട്. ഇപ്പോൾ ശശി തരൂർ എംപി, അദ്ദേഹം നിലവിളക്ക് കൊളുത്തുന്നു. ഇപ്പോൾ ഗവർണർ നിലവിളക്ക് കൊളുത്തുകയാണ്. പല വിഷയങ്ങളിലടക്കം രാജ്ഭവൻ സർക്കാർ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. സർവകലാശാല ബില്ലിന്റെ കാര്യത്തിലടക്കം കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പല വിഷയങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഈ പരിപാടി നടക്കുന്നത്. നേരത്തെ ആ വിവാദ പരിപാടിയുടെ സമയത്ത് രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പരിപാടിയിൽ ആ ചിത്രം ഉപയോഗിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടന്നു എന്നാണ് ആർ ശ്രീജിത്ത് നേരത്തെ അറിയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഭാരതാംബ ചിത്രം ഒഴിവാക്കി ഇപ്പോൾ രാജ്ഭവനിൽ ഈ പരിപാടി നടക്കുന്നത്. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയാണ് രാജഹംസ്. അതിന്റെ പ്രകാശന ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ശശി തരൂർ എംപിയും അവിടെ ഉണ്ട്. പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങിലേക്ക് എത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ് ആ പരിപാടിയിൽ വിളിച്ചപ്പോൾ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ അതിൻ്റെ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഒട്ടേറെ വിഷയങ്ങളിൽ തർക്കം, പ്രത്യേകിച്ച് സർവകലാശാല ബില്ലിലൊക്കെ അത് നിലനിൽക്കുന്നുണ്ടല്ലോ. നേരത്തെയും സമാനമായ രീതിയിൽ ഈ തർക്കമുള്ള സമയത്ത് അനുരഞ്ജനം അല്ലെങ്കിൽ അനുനയം എന്ന് തോന്നുന്ന നീക്കങ്ങളൊക്കെ ഉണ്ടാവുകയും പക്ഷേ മറ്റു പല വിഷയങ്ങളിൽ വീണ്ടും തർക്കം തുടരുകയൊക്കെയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇത് മൊത്തത്തിൽ എല്ലാ തർക്കങ്ങൾക്കുമുള്ള ഒരു പരിഹാരമെന്ന് കരുതാനുള്ള സാഹചര്യമുണ്ടോ ശ്രീജിത്ത്? ഉന്മേഷ്, നേരത്തെ സർവകലാശാല വിഷയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ ഭിന്നതയുണ്ടായിരുന്നു. സർക്കാരിനും രാജ്ഭവനും ഇടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തന്നെ തുടരുകയായിരുന്നു. നേരത്തെ സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണറെ വന്ന് കാണുകയും അതുമായി ബന്ധപ്പെട്ട പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും രാജ്ഭവനും സർക്കാരും സ്വീകരിച്ച നടപടികൾ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടാക്കി. അതോടുകൂടി ഓഗസ്റ്റ് 15 നടന്ന
ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. സാധാരണ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന വിരുന്നിലെ മുഖ്യാതിഥിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. ഇത്തവണ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഈ ഓഗസ്റ്റ് 15 ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അങ്ങനെ ഉലഞ്ഞും ഒപ്പം ഇടയ്ക്ക് ഊഷ്മളമാവുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് രാജ്ഭവനും സർക്കാരിനും ഇടയിൽ നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾക്കിടയിലും സർക്കാരും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തുടരുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ രാജ്ഭവന്റെ ത്രൈമാസിക പ്രകാശ ചടങ്ങിന് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും അദ്ദേഹം ഇവിടേക്ക് വരികയും ചെയ്തത്. എന്തായാലും ഇതോടുകൂടി ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാകുമെന്ന പ്രതീക്ഷയാണ് രാജ്ഭവനും ഒപ്പം തന്നെ സർക്കാരും പ്രകടിപ്പിക്കുന്നത്. എങ്കിലും സർവകലാശാല വിഷയങ്ങളിലും ഒപ്പം തന്നെ മറ്റ് നയപരമായ വിഷയങ്ങളിലും ഗവർണറും മുഖ്യമന്ത്രിയും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘടന നടക്കുമ്പോഴും വ്യക്തിപരമായ ബന്ധം നിലനിർത്തി പോകുന്നു എന്ന് വേണം നമുക്ക് ഈ സംഭവത്തെ കാണാൻ. ശരി ശ്രീജിത്ത്, ഏതായാലും തർക്കത്തിന് ഒരു പരിഹാരമെന്നുള്ള നിലയ്ക്ക് കാണേണ്ട ഒരു ദൃശ്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനിൽ ത്രൈമാസിക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.